നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വാക്ക് വിത്ത് മെറിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആണ്ട് നമ്മെ കടന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലുകുത്തുമ്പോൾ ഈ വർഷം ഉണ്ടായ കഷ്ടതകളെയും ദുഃഖത്തെയും ഒന്നും ഓർക്കാതെ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ മാത്രം ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്ന ആ വലിയ സൗഭാഗ്യങ്ങളുണ്ടല്ലോ, അതോർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് ചിലപ്പോൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടിയെന്ന് വരാം. 2025 ചില സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടമായെന്ന് വരാം. അവർ നമ്മളിൽ നിന്ന് അടർന്നു മാറി അവരുടേതായ തലത്തിലുള്ള യാത്രയിൽ അവർ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാഴമേറിയൊരു ദുഃഖമുണ്ടാവും അല്ലേ? ഒരു സ്പേസ് അല്ലേ? നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന ആ സ്നേഹവും സന്തോഷവും കരുതലും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവർ നമ്മിൽ നിന്ന് പാടെ മറന്ന് അകന്നു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു പക്ഷേ ശൂന്യതയായിരിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു വിടവ് അല്ലേ, വലിയൊരു ശൂന്യത ഉണ്ടാക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത്രമാത്രം ശൂന്യതയൊന്നും കണ്ടെന്ന് വരില്ല. പക്ഷേ ഉണ്ടല്ലോ, ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർക്കുന്ന ചില ബന്ധങ്ങളും ചില സൗഹൃദങ്ങളും ഒക്കെ ചിലപ്പോൾ അത് നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ മാത്രമായിരിക്കാം അല്ലേ? അല്ലെങ്കിൽ ദൈവം കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അവർ തൽക്കാലത്തേക്ക് വിട പറഞ്ഞാലും അവർ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം അവർ നമ്മിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരും. കാരണം ദൈവത്തിനറിയാം ആ ഒരു വിടവ് ഒരു പക്ഷെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവുമെന്ന് അല്ലേ? നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്കൊരു വലിയ ഒരു സ്വത്ത് പോലെയാണ് അല്ലേ? എന്തൊക്കെയോ നമ്മൾ നേടിയതുപോലെയുള്ള ആ ഒരു സ്വത്ത് നമ്മളിൽ നിന്ന് അടർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറമായിരിക്കാം അല്ലേ? കാരണം നമ്മളത് അവരെ അത്രമാത്രം ഇഷ്ടപ്പെട്ടും അവരെ സ്നേഹിച്ചും അവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയോ നമ്മളെ ഒരു പക്ഷേ പല നേരത്തും നമ്മളെ വല്ലാണ്ട് തൊടുകയും വല്ലാണ്ട് സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ സ്പർശം, ആ തലോടൽ, അവരുടെ ആ ഒരു ശബ്ദം, അവരുടെ ആ ഒരു സാമീപ്യം ഒക്കെ നമുക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നിരിക്കാം അല്ലേ? അവരെ നമുക്കൊരിക്കലും മടുക്കാറില്ല. അവർ നമ്മളെ ചിലപ്പോൾ വെറുത്താലും അവർ നമ്മളെ ചിലപ്പോൾ മറന്നാലും നമുക്കൊരിക്കലും അവർ മടുക്കുന്നില്ല. അത്രമാത്രം നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അവർ മടങ്ങി വരും. എല്ലാത്തിലും നമ്മൾ ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കണം. ഒന്നിനെയും ഉപേക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടല്ലോ, അവർ ശുദ്ധ ഹൃദയക്കാരാണ്. കാരണം അവരുടെ ഉള്ളിൽ കാപട്യമോ കളങ്കമോ ഒന്നുമില്ല. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവരിങ്ങനെ മറ്റുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ഉള്ളിൽ ഒരു മനുഷ്യരോടും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒരാൾ പോലും അവരുടെ അടുത്ത് നിന്ന് അടർന്നു പോകുമ്പോൾ അവർക്ക് ഇത്രമാത്രം വേദനിക്കുന്നത്. നിങ്ങൾ അത്രമാത്രം ആരെയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? കാരണം അവർ നിങ്ങൾക്ക് സൗഹൃദമായിരിക്കാം, വെറും സുഹൃത്തായിരിക്കാം. പക്ഷെ ആ സുഹൃത്തിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സുഹൃത്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേദനിക്കും അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരെ നിങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരും. അപ്പോൾ എല്ലാ കാര്യത്തിലും, ജീവിതത്തിൽ എന്ത് കാര്യത്തിലായാലും ഒരു നെഗറ്റിവിറ്റി വന്നാൽ തന്നെ നമുക്കൊരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും എല്ലാം നല്ലതിന് നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും വരാം. പുതിയ വർഷമൊക്കെ അടുക്കുകയല്ലേ, ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് നിങ്ങൾ കരുതിയിരുന്ന് നിങ്ങളുടെ അടുത്ത ജീവിതത്തിലേക്ക്, അടുത്ത വർഷത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഒരു നോട്ട് പാഡിൽ എഴുതി വയ്ക്കുക എന്തൊക്കെയാണ് നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് യു, ടാറ്റ. നമുക്ക് സാവധാനം നടന്നു നീങ്ങാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.